പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ലെബനോണിൽ ആക്രമണം നടത്തുകയാണ് ഇസ്രയേൽ. അതോടെ ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാർ തകരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ലെബനോണിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ ബോംബാക്രമണങ്ങളും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ആ മേഖലയെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. തങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച് ഇറാൻ ഉടമ്പടിയിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങുകയാണ്. ലെബനോൺ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണം കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആരോപിക്കുന്നു. ലെബനോണിലെ ആക്രമണം തുടരുകയാണെങ്കിൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ലെബനോണിലെ വെടിനിർത്തൽ ഈ കരാറിന്റെ ഭാഗം അല്ല എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും നിയന്ത്രണം കടുപ്പിച്ചത് ലോകരാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 2 ടാങ്കറുകളെ കടന്നുപോകാൻ അനുവദിച്ചെങ്കിലും ലെബനോണിലെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ആ ഹോർമുസിലെ ജലപാത വീണ്ടും അടച്ചു. അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ തകർക്കുമെന്ന ഭീഷണിയും ഇറാൻ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ കപ്പലിനും $20 ലക്ഷം വരെ ടോൾ ഏർപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കം എണ്ണക്കടത്തിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും യുദ്ധഭീതി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ എണ്ണ പൈപ്പ് ലൈന് ഡ്രോൺ ആക്രമണം നടന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. കുവൈറ്റ് വ്യോമസേന 28 ഡ്രോണുകളെ തടഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഊർജ്ജ നിലയങ്ങളെയും ജലശുദ്ധീകരണ ശാലകളെയും ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കങ്ങൾ സൗദി അറേബ്യയും UAEയും പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിന്മേൽ ഇറാന്റെ നിയന്ത്രണം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സൗദി അനുകൂല നിരീക്ഷകരും പറയുന്നു. ലെബനോണിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം ഒരേ സമയം 100ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തതായാണ് അവകാശപ്പെടുന്നത്. ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ നടന്ന ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തെ അധിനിവേശ പദ്ധതി എന്നാണ് ഇറാഖും പാകിസ്ഥാനും വിശേഷിപ്പിക്കുന്നത്. നെതന്യാഹുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആരംഭിച്ച ഇസ്രായേൽ സൈനിക നടപടി ലെബനോണിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. അതിനിടെ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് ഹിസ്ബുള്ളയും പ്രത്യാക്രമണം ആരംഭിച്ചു. 100 കണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേലിന്റെ പ്രകോപനത്തിന് കനത്ത മറുപടി നൽകുമെന്ന് ഇറാനും ഔദ്യോഗികമായി അറിയിച്ചു. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലെബനോണ് നേരെയുള്ള കടന്നാക്രമണം ഇറാന് നേരെയുള്ള ആക്രമണമായി തന്നെ കണക്കാക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ലോകമെമ്പാടും എണ്ണവില കുതിച്ചുയരുമെന്നൊരു ഭീതിയുമുണ്ട്. ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഇതോടെ പാതി വഴിയിൽ തകരാനും സാധ്യതയുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. രാജ്യത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ പ്രധാന ഭാഗവും ഈ പാതയിലൂടെയാണ് എത്തുന്നത്. വിതരണം തടസ്സപ്പെട്ടാൽ പെട്രോൾ ഡീസൽ വിലയിൽ വലിയ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ LPG വിതരണത്തെയും ഇത് കാര്യമായി ബാധിച്ചേക്കാം.